ചുരിദാർ ധരിച്ചെത്തിയ അധ്യാപികയെ തടഞ്ഞ സംഭവത്തിൽ സ്കൂൾ മാനേജറെ പ്രതി ചേർത്ത് കൊട്ടാരക്കര പോലീസ്. നെടുവത്തൂർ ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ മനോജിനെതിരെയാണ് കേസെടുത്തത്. സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ മഹിളാ മോർച്ച പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ചുരിദാർ ധരിച്ചെത്തിയ പ്രഥമ അധ്യാപികയായ സിന്ധുവിനെയാണ് സ്കൂളിൽ കയറ്റാതെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഗേറ്റിൽ തടഞ്ഞത്. തുടർന്ന് അധ്യാപിക നിലത്തിരുന്നു പ്രതിഷേധിച്ചു. വിവരമറിയിച്ചതിൽ പോലീസ് സ്ഥലത്തെത്തുകയായിരുന്നു. സംഭവത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനായ ശശാങ്കനെതിരെ കേസെടുത്തു. ഇതിനു പിന്നാലെ സ്കൂൾ മാനേജ്മെന്റ് സെക്യൂരിറ്റി ജീവനക്കാരനെ പുറത്താക്കുകയും ചെയ്തു. എന്നാൽ സ്കൂൾ മാനേജർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ മോർച്ച പ്രവർത്തകർ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ദേശീയ അധ്യാപക പരിഷത്തും പ്രതിഷേധം നടത്തിയിരുന്നു. പിന്നാലെ കൊട്ടാരക്കര പോലീസ് സ്കൂൾ മാനേജർ മനോജ് കുമാറിനെ കേസിൽ പ്രതി ചേർത്തു. പ്രധാന അധ്യാപികയായ സിന്ധുവിനെ ഗേറ്റിൽ തടയാൻ നിർദ്ദേശം നൽകിയത് മാനേജറാണെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് പ്രേരണ കുറ്റം ചുമത്തിയത്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് മനോജിനെതിരെ ചുമത്തിയിരിക്കുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരൻ ശശാങ്കനെ പുറത്താക്കി പുകമറ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് നേരത്തെ ആരോപണമുയർന്നിരുന്നു. മാനേജർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. സ്കൂൾ മാനേജർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് ഡിഇഒയുടെ കണ്ടെത്തൽ. KER ചട്ടങ്ങളുടെ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം സംഭവത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു. ജനം, കൊല്ലം.